ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് 8, 2014. അന്നത്തെ ദിവസമായിരുന്നു ജയശ്രീയുടെയും രോഹിത്തിൻ്റെയും വിവാഹം. അപ്പോൾ അവർ രണ്ടുപേരും PGക്ക് ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അവിടെ വെച്ചാണ് അവർ പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും. അതിനുശേഷം വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോടു കൂടിയിട്ട് വളരെ ആർഭാടകരമായിട്ടുള്ള രീതിയിലായിരുന്നു കേട്ടോ ആ ഒരു വിവാഹ മാമാങ്കം നടക്കുന്നുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, വിവാഹ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പിളിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ജയശ്രീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു. അതായത് ലൈഫിൽ ഒരു തവണ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് എത്രയോ അടിപൊളിയാക്കാൻ പറ്റുമോ അത്രയും അടിപൊളിയാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു അവരുണ്ടായിരുന്നത്. സോ അന്ന് രാവിലെ തന്നെ അവർ കുളിച്ചൊരുങ്ങി അവർ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നത്തെ ദിവസത്തെ കുറിച്ചിട്ടുള്ള ഫുൾ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ചുറ്റുമാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ആകെപ്പാടെ ഒരു ഹാപ്പി ആയിട്ടുള്ള മൂഡ് തന്നെ ആയിരുന്നു. വിവാഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് ഈവനിങ് ആയിരുന്നു. സോ ജയശ്രീ നല്ല രീതിയിൽ ഒരുങ്ങി കുറേ നേരം കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നു. അപ്പോൾ അവർക്ക് അവരുടെ മേൽ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റും എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരുന്നു അവർ ആ ഒരു കല്യാണ മണ്ഡപത്തിലോട്ട് കയറിയത്. അവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാട്ട്, ഡാൻസ്, അത് ഇത് വെടിക്കെട്ട് പരിപാടികളൊക്കെ ആയിട്ട് ആർഭാടകരമായിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയശ്രീയും അതേപോലെ തന്നെ രോഹിത്തിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരിതേപോലെ തന്നെ സ്റ്റേജിൽ കയറി എന്നിങ്ങായിട്ട് കപ്പിൾസിൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നൊക്കെ ഉണ്ട്. യെസ്, കപ്പിൾസ് സ്റ്റേജിൽ നിന്നിങ്ങായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുകയാണ് വരുന്നവരോട് എല്ലാവരും അവർക്ക് അവരുടെ ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജയശ്രീയുടെ അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് ആ ഒരു വിവാഹ മണ്ഡപത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. വരുന്ന ഗസ്റ്റിന് എല്ലാവരെയും അദ്ദേഹം നേരിട്ട് തന്നെയായിരുന്നു വെൽക്കം ചെയ്യുന്നുണ്ടായത്. പിന്നെ ഒരു കല്യാണം നടക്കുന്ന ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര ബഹളായിരിക്കും. കുട്ടികൾ അവിടെ ഓടി നടന്ന് കളിക്കുന്നുണ്ടാവും. റിലേറ്റീവ്സ് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതായിരിക്കും. അപ്പോൾ അവരവരുടെ പരിചയം പുതുക്കുന്നുണ്ടാവും, കുറേ കഥകൾ പറയുന്നുണ്ടാവും. ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് വരുമ്പോൾ മാത്രം കാണുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ബഹളമായോ ആയിരുന്നു അവിടെ. എന്നാൽ ഇവരാരും അറിയാതെ ഒരാൾ കൂടെ ആ ഒരു വിവാഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ കുറച്ച് മാറി നിന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ കപ്പിളിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരൊക്കെയാണ് സ്റ്റേജിൽ കയറുന്നത്, അവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഈ കപ്പിൾസ് എങ്ങനെയൊക്കെയാണ് അതിനെ നോക്കിക്കാണുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരും അറിയാതെ അയാൾ ഒരു മൂലക്ക് നിന്ന് ഒബ്സർവ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 11:15 ആയിട്ടുണ്ടാവും. ഈ കപ്പിൾ എല്ലാവരുടെ അടുത്തും ചിരിച്ച് സംസാരിക്കുന്നതും അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതൊന്നും കണ്ടിട്ട് ഇയാൾക്കങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ നേരെ എഴുന്നേറ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. അയാൾ നേരെ ചെന്ന് നിന്നത് ജയശ്രീയുടെ ബാക്കിലായിരുന്നു. ആ സമയത്തും ആരും അയാളെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു വാസ്തവം. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന നാടൻ തോക്കെടുത്ത് ജയശ്രീയുടെ കഴുത്തിന് ബാക്കിൽ വെടിവെക്കുകയായിരുന്നു. അതിനുശേഷം 1-2 വെടി കൂടെ പൊട്ടിച്ചു. അതിനുശേഷം രോഹിത്തിൻ്റെ നേരോട്ട് ഇങ്ങനെ വെടിയുതിർക്കാനായിട്ട് ശ്രമിക്കുന്ന ടൈമിൽ രോഹിത്ത് പെട്ടെന്ന് തന്നെ അലേർട്ടായിട്ട് ഇയാളുടെ കൈ പിടിച്ച് മാറ്റുകയായിരുന്നു. ആ ഒരു വെടി പൊട്ടി. ആ വെടി കൊണ്ടതാർക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൻ്റെ താഴത്ത് ഈ രോഹിത്തിൻ്റെ ഫ്രണ്ട് ഒരാൾ വേറൊരു ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അയാളും ഇതൊക്കെ പ്രോസസ്സായി വരുന്നുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിരിയുന്ന ആ ഒരു ഗ്യാപ്പിൽ അയാൾക്കായിരുന്നു ആ ഒരു വെടി കൊണ്ടത്. യെസ്, അയാളുടെ തൊടയിലായിരുന്നു വെടി കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വെടിവെച്ച് കേട്ട് ആളുകൾ ചിതറി ഓടാനായിട്ട് തുടങ്ങി. എന്നാൽ കുറച്ചാളുകൾ ധൈര്യം സംഭരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കിയ ആ ഒരു കൊലയാളിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അയാളെ നല്ല രീതിയിൽ പെരുമാറി. അപ്പോഴത്തേനും ഈ ഒരു ഒച്ചയൊക്കെ കേട്ട് ആ ഒരു മണ്ഡപത്തിൻ്റെ വാതിൽക്കൽ ഗസ്റ്റുകളെ ഗ്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നിരുന്ന ജയശ്രീയുടെ അച്ഛൻ ഓടി വരികയാണ്. മകൾ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹത്തിന് താങ്ങാനായിട്ട് പറ്റിയില്ല. എന്തൊക്കെയാണ് ഈ ഒരു നല്ല ദിവസം സംഭവിച്ചതെന്നുള്ളത് അദ്ദേഹത്തിന് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ പോലും ആൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണ് അയാൾ? എന്തിനാണ് അയാൾ ആ ഒരു സ്ത്രീയെയും അതേപോലെ തന്നെ ആ ഒരു കല്യാണ ചെറുക്കനെയും കൊല്ലാനായിട്ട് ശ്രമിച്ചത്? അവരുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ കരോന്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസുകാർ ഉടനെ സ്ഥലത്തെത്തി അവർ തടഞ്ഞു വെച്ചിരുന്ന അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ആ ഒരു പെൺകുട്ടിയെ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു പെൺകുട്ടി അപ്പോഴത്തേനും മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ നാട്ടുകാർ നല്ല രീതിയിൽ കൈവച്ചിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പോലീസിനെ അയാളെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല ഉണ്ടായത്.
അയാളെയും അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടായിരുന്നു കൊണ്ടുപോയത്. അതേപോലെ തന്നെ ആ ഒരു ഗ്രൂമിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, വെടി കൊണ്ട് തുടക്കി വെടിയേറ്റ അയാളെയും ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ക്വസ്റ്റ്യനിങ്ങും മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ചോദ്യം ചെയ്തത് ആ ഒരു വെടി കൊണ്ട പയ്യനെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതേപോലെ തന്നെ വേറൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ഫോക്കസ് തീരെ സ്റ്റേജിലായിരുന്നില്ല, ഇയാളുടെ അടുത്തായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്തോ ഒരു വെടി പൊട്ടുന്ന സൗണ്ട് കേട്ടിങ്ങേറ്റ് ഞാനിങ്ങനെ തിരിയുന്നത്. എന്നാൽ ഞാനങ്ങോട്ട് തിരിഞ്ഞ് സ്റ്റേജിലോട്ട് മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് വെടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. അടുത്തതായിട്ട് പോലീസുകാർ ചോദ്യം ചെയ്ത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ബ്രൈഡിനോട് അത്രയും ക്ലോസ് ആയിട്ട് നിന്നിരുന്ന, അതേപോലെ തന്നെ ഇയാളെ എന്താ പറയുക പിടിച്ച് തള്ളി മാറ്റിയ ആളായിരുന്നു. യെസ്, ആ ഒരു രോഹിത് എന്ന് പറയുന്ന ഗ്രൂമിനായിരുന്നു പിന്നീട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇയാൾ പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്ന് വന്നു, തൻ്റെ എന്താ പറയുക കാമുകിയെ വെടിവെച്ചു, അതായത് തൻ്റെ ഭാര്യയാവാൻ പോകുന്ന ആ ഒരു സ്ത്രീയെ വെടിവെച്ചു. സത്യം പറയാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഭാര്യയെ വെടിവെച്ചു. ആ സമയത്ത് താൻ നോക്കുന്ന ടൈമിൽ അയാൾ തനിക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ താൻ കൈ തട്ടി മാറ്റിയതാണെന്നുള്ള രീതിയിലായിരുന്നു ആൾ മറുപടി പറഞ്ഞത്. അല്ലാതെ ആ വ്യക്തിയുടെ മുഖം പോലും താൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ മുഖം പോലും തനിക്കിപ്പോൾ ഓർമ്മയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു രോഹിത്തിൻ്റെ മൊഴി. പിന്നെ ഇതെല്ലാം നടക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലായിരുന്നു. അതേപോലെ തന്നെ രോഹിത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറേ കാലം ആൾ പ്രണയിച്ചു, അവസാനം ആ ഒരു പ്രണയം വിവാഹത്തിലോട്ട് എത്തി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആ ഒരു ദിവസത്തിൽ ആൾ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആൾ ഫേസ്ബുക്കിൽ ഇതേപോലെ തന്നെ ഒരു പോസ്റ്റ് ഇടാണ്, അതായത് നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ചും കയറ്റും, ആളുടെ വിഷമങ്ങളെ കുറിച്ചും കയറ്റും. എന്നാൽ അതിന് ഒരുപാട് തരത്തിലുള്ള കമൻസൊക്കെയാണ് വന്നത്. അതായത് കുറേ ആളുകൾ അയാളെ സമാധാനിപ്പിച്ചെന്നുണ്ടെങ്കിലും കുറേ ആളുകൾ നീ കാരണമാണ് ആ പെൺകുട്ടി മരിച്ചത്, നിൻ്റെ കൂടെ കൂടിയതിന് ശേഷം ആ പെൺകുട്ടിക്ക് വലിയ സ്വസ്ഥ ഉണ്ടായി, അങ്ങനെയുള്ള രീതിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അതിനുശേഷം അയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ആ പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യണം. അതിന് മുൻപ് ഇവർ എൻഗേജ്മെൻറ്റിനും കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇയാൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് മെയ് 10-ാം തീയതിയാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇതും കൂടെ കണ്ടപ്പോൾ പോലീസിന് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണ്. പോലീസ് വേറെ പല ആംഗിളിൽ കൂടെ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ കൃത്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെടി വെച്ച ആൾ വായ തുറക്കണം. എന്നാൽ ആൾ സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൾ ഒന്നുകൂടെ റിക്കവറായിട്ട് വരാനുണ്ടായിരുന്നു. അടുത്തതായിട്ട് പോലീസുകാർ ജയശ്രീയുടെ പാരൻസിനായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്തത്. ഘനശ്യാം നാംദേവ് എന്നായിരുന്നു അവരുടെ അച്ഛൻ്റെ പേര്. മധ്യപ്രദേശിലെ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ആൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ലക്ഷ്മി നാംദേവ് എന്നായിരുന്നു കേട്ടോ ജയശ്രീയുടെ അമ്മയുടെ പേര്. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്തു. അവരുടെ ഫാമിലിയുടെ ഒക്കെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ജയശ്രീ അവർക്കുള്ള ഒരേ ഒരു മകളാണ്. അപ്പോൾ മകളെ അത്രത്തോളം സ്നേഹം കൊടുത്തിട്ടൊക്കെ ആയിരുന്നു ഇവർ വളർത്തി വലുതാക്കിയത്. ചെറുപ്പത്തിൽ തുടങ്ങി വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഒരു ജയശ്രീ. വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് തനിക്ക് ഡോക്ടർ ആവണം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു. അത് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. അതേപോലെ തന്നെ നന്നായിട്ട് പഠിക്കുകയും ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് MBBSന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഭോപ്പാലിലെ ഗാന്ധി മെഡിക്കൽ കോളേജിലായിരുന്നു കേട്ടോ ഇവർ MBBSന് ചേർന്നത്. അവിടെ നിന്ന് MBBSും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ജോലിക്ക് പോകേണ്ട, PGയും കൂടെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവരെത്തുകയാണ്. അങ്ങനെ അവർ PGക്ക് വേണ്ടി ട്രൈ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ജബൽപൂരുള്ള ഒരു മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്കിന് അവർ ജോയിൻ ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു രോഹിത് നാംദേവ് എന്ന് പറയുന്ന ആ പയ്യനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ പേരാണെന്നുണ്ടെങ്കിൽ ജയശ്രീ നാംദേവ്, ആ ഒരു പയ്യൻ്റെ പേരാണെന്നുണ്ടെങ്കിൽ രോഹിത് നാംദേവ്. അപ്പോൾ കുട്ടികളെല്ലാവരും ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരേ സർനെയിമുള്ള 2 പേരെ കാണുമ്പോൾ അവർ വെച്ച് ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ പതിവായിരുന്നു. നിങ്ങൾ 2 പേരും കപ്പിൾസാണോ ഭാര്യ ഭർത്താക്കന്മാരാണോ എന്നൊക്കെ ചോദിക്കുന്നത് പതിവായിരുന്നു. ഇങ്ങനെ ഈ ഒരു കളിയാക്കലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർക്കിടയിലുള്ള ഒരു ബോണ്ടിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് വളരെ നല്ല രീതിയിൽ അടുക്കുകയായിരുന്നു. ഇവർ പ്രണയത്തിലാവുകയായിരുന്നു. അതിനുശേഷം അവർ 2 പേരും വളരെ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തത്. അതായത് അവരുടെ കാസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ സംസാരിക്കാം, വീട്ടിൽ സംസാരിച്ചിട്ട് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാൻ
എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് അവരെത്തുകയാണ്. അങ്ങനെ രണ്ട് കൂട്ടരും അവരവരുടെ വീട്ടിൽ പറഞ്ഞു. ഇപ്പൊ ജയശ്രീയുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ ജയശ്രീയുടെ പാരൻസിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് കാസ്റ്റ് ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പയ്യനാണ്. പിന്നെ എല്ലാത്തിലുപരി അവരുടെ മകൾക്ക് ആ ഒരു പയ്യനെ ഇഷ്ടമാണ്. ഈ ഒരു പയ്യന്റെ വീട്ടുകാരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു പെൺകുട്ടിയാണ്, ഡോക്ടറാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടു കൂട്ടരും കൂടെയും അവരുടെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. ഇതൊക്കെ നടക്കുന്നത് ഇവർ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഹമീദിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു കേട്ടോ. അങ്ങനെ ജാനുവരി 2014, അതായത് ഈ ഒരു കല്യാണമൊക്കെ നടക്കുന്നതിനും ഒരു 5-6 മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇവരുടെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് രണ്ട് ഫാമിലീസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും വിവാഹം ഉറപ്പിക്കുന്നതും. ഇവരുടെ രണ്ടുപേരുടെയും കോഴ്സൊക്കെ കഴിഞ്ഞ് ഹമീദിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിലായിരുന്നു കേട്ടോ ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ പറയുന്നത്. അങ്ങനെ രണ്ട് വീട്ടുകാരും തമ്മിൽ കാണാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അതായത് ഈ ഒരു വിവാഹം നടക്കുന്നതിനും ഏകദേശം ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ്, അതായത് ജാനുവരി മാസം. അങ്ങനെ ഈ രണ്ട് കൂട്ടരും കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. ഫെബ്രുവരി 2014 ഇവരുടെ എൻഗേജ്മെന്റും നടന്നു. മെയ് 8, 2014 വിവാഹം നടത്താമെന്നായിരുന്നു രണ്ട് ഫാമിലിയും തീരുമാനിച്ചത്. ഈ ഒരു ഘനശ്യാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മകളാണ്, അവർ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നല്ല രീതിയിൽ സ്ത്രീധനമൊക്കെ കൊടുത്ത് വിവാഹം കഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു ആളുടെ ഒരു ആഗ്രഹം. അതേപോലെ തന്നെ വിവാഹം ഒരു ആഘോഷമായിട്ട് നടത്തണം എന്നുള്ളത് തന്നെയായിരുന്നു ആളുടെ ആഗ്രഹം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറുക്കൻ്റെ വീട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊക്കെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സോ ഈ ഒരു എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ എൻഗേജ്മെൻറ്റിൻ്റെയും മറ്റും ഫോട്ടോസൊക്കെ ഇവർ രണ്ടുപേരും, അതായത് രോഹിത്തും ജയശ്രീയും അവരുടെ സോഷ്യൽ മീഡിയാസിലും മറ്റുമൊക്കെ പോസ്റ്റ് ചെയ്യാണ്. എന്നാൽ ഈ ഫോട്ടോസ് പിന്നീട് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിക്കുമെന്നുള്ളത് ആ സമയത്ത് അവരെന്നല്ല ആരും തന്നെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായില്ല. ഇതിനിടയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീം ഓഫ് പോലീസുകാർ ആ ഒരു കല്യാണ ഹാളിലത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം എല്ലാവരും അവരവരുടെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ബൈക്ക് മാത്രം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബൈക്ക് ആരുടേതാണെന്ന് അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു മർഡർ നടത്തിയ വ്യക്തിയുടേതായിരുന്നില്ല, വേറൊരാളുടേതായിരുന്നു. അങ്ങനെ അയാൾ ആരാണെന്ന് പോലീസുകാർ ട്രാക്ക് ചെയ്തിട്ട് നേരെ അയാളെ പോയി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 234 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ ഈ ഒരു ബൈക്കിൻ്റെ ഓണർ ഉണ്ടായിരുന്നത്. ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തൻ്റെ ഫ്രണ്ട് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബൈക്ക് വാങ്ങിയതാണ്, അല്ലാതെ ഇത്രയും ദൂരം പോകുമെന്നോ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നോ തനിക്കറിയില്ലായിരുന്നു അവൻ ബൈക്ക് ചോദിച്ചത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആ ഒരു പയ്യൻ മറുപടി പറഞ്ഞത്. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് അത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു മർഡർ എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളത് പോലീസിന് തീർച്ചയാവുകയാണ്. അനുരാഗ് എന്നായിരുന്നു ആ ഒരു കൊലയാളിയുടെ പേര്. 30 വയസ്സായിരുന്നു ആ പയ്യൻ്റെ പ്രായം. ഈ പയ്യൻ ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഘനശ്യാം യാദവ് ഇല്ലേ, ജയശ്രീയുടെ അച്ഛൻ, അവരുടെ സിസ്റ്റർ ഉണ്ട് അങ്കോരിബായി, അവരുടെ മകനാണ് ഈ അനുരാഗ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അനുരാഗിന്റെ അച്ഛൻ്റെ പേര് കല്ലുരാംജി എന്നായിരുന്നു. ആള് ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ വന്ന് മരണപ്പെട്ടതായിരുന്നു. ഈ കല്ലുരാംജിയും ആളുടെ സഹോദരനും മറ്റും കൂടെ ചേർന്നിട്ടായിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. എന്നാൽ തൻ്റെ മരണത്തിന് ശേഷം തൻ്റെ മക്കളെയും ഭാര്യയെയും എന്തായാലും തൻ്റെ സഹോദരൻ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തോട്ട് ആൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആള് ഈ ഒരു ഘനശ്യാമിൻ്റെ അടുത്ത് മരിക്കുന്നതിന് മുൻപ് ഒരു റിക്വസ്റ്റ് വെച്ചത്. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബം എന്തായാലും വഴിയാധാരമാവും, എനിക്കിപ്പോൾ പറയത്തക്ക വലിയ സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ എൻ്റെ കുട്ടികളെ എങ്ങനെയെങ്കിലും നീ പഠിപ്പിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആയിരുന്നു ആൾ വെച്ചത്. ആൾക്ക് ആ ഒരു സമയത്ത് 2 മക്കളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഈ ഒരു കല്ലുരാംജിക്ക്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തൻ്റെ സിസ്റ്റർ അങ്ങനെ കഷ്ടപ്പെടരുത് എന്നുള്ളൊരു ആഗ്രഹം ഇയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘനശ്യാം അത് ഓക്കെ പറയുകയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എൻ്റെ സഹോദരിയെയും അതേപോലെ തന്നെ അവരുടെ 2 മക്കളെയും ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കും എന്നുള്ളൊരു ഉറപ്പ് ഈ ഒരു കല്ലുരാംജിക്ക് ഘനശ്യാം കൊടുക്കുകയായിരുന്നു. ഈ ഒരു കല്ലുരാംജിയുടെ മരണത്തിന് ശേഷം ഈ ഘനശ്യാമിൻ്റെ സിസ്റ്റർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യായിരുന്നു കുട്ടികളുടെ കാര്യവും വീട്ടിലത്തെ കാര്യമൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ആ സമയത്തെല്ലാം തന്നെ ഈ ഒരു ഘനശ്യാമായിരുന്നു അവരെ ഫൈനാൻഷ്യലിയും മറ്റുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായത്. പിന്നീട് ഈ ഒരു കല്ലുരാംജി മരണപ്പെടുകയാണ്. അതിനുശേഷം അങ്കോരിബായി എന്ന് പറയുന്ന ഈ ഘനശ്യാമിൻ്റെ സിസ്റ്റർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. ആ ഒരു സമയത്ത് അവരുടെ ഫാമിലിയുടെ കാര്യവും അതേപോലെ തന്നെ ഈ 2 സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ്റെ കാര്യവും എല്ലാം തന്നെ നോക്കിയത് ഈ ഒരു ഘനശ്യാമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പഠനത്തിനുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആളെ വിളിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും കാര്യങ്ങളും ആൾ അറേഞ്ച് ചെയ്ത് കൊടുക്കലായിരുന്നു ഒരു പതിവ്.
അങ്ങനെ ഈ ഒരു പയ്യൻ്റെ പഠിപ്പും കാര്യങ്ങളും, അതായത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കോച്ചിങ്ങിന് പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി നേടണം എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ട് ആൾ നേരെ വന്നതും ഈ ഒരു ഘനശ്യാമിൻ്റെ വീട്ടിലോട്ടായിരുന്നു. അവിടെ നിന്നിങ്ങായിട്ട് ബാങ്ക് ടെസ്റ്റ് എഴുതാനും മറ്റൊക്കെ ആൾ കോച്ചിങ്ങിനും മറ്റൊക്കെ പോവുകയാണ്. ആ സമയത്ത് ജയശ്രീ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പഠിക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നത്. സോ അനുരാഗ് തൻ്റെ വിഷമങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു ജയശ്രീയുടെ അടുത്ത് പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ജയശ്രീ ആണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടിരുന്ന് കേൾക്കാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ തൻ്റെ സഹോദരനാണല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു ജയശ്രീക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ജയശ്രീ ഭയങ്കര കെയറോട് കൂടിയിട്ടായിരുന്നു അനുരാഗിനെ നോക്കിയിരുന്നത്. ജയശ്രീ ഒരു അനുരാഗിനെ തൻ്റെ ഒരു മൂത്ത ചേട്ടൻ്റെ പോലെയായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ അനുരാഗ് അങ്ങനെ ആയിരുന്നില്ല കണ്ടിരുന്നത്. എന്തൊക്കെയാണെങ്കിലും തൻ്റെ മുറപ്പെണ്ണാണല്ലോ, തനിക്ക് വിവാഹം കഴിക്കാനായിട്ട് പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ വരികയാണ്. സോ ആ ഒരു പയ്യൻ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പെൺകുട്ടിയെ പ്രണയിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്താ പറയുക, ആ ഒരു പയ്യൻ HDFC ബാങ്കിൽ ജോലി ലഭിക്കുകയാണ് ഈ ഒരു ബാങ്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. അതിന് ശേഷമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ആൾ ഡയറക്റ്റായിട്ട് പ്രപ്പോസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് നിങ്ങളൊരു ചേട്ടനായിട്ട് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ, എനിക്കൊരിക്കലും നിങ്ങളെ എന്താ പറയുക ഭർത്താവായിട്ടൊന്നും കാണാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടി തീർത്ത് പറയാണ്. അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രാഗിക്കും ഈ ഒരു പെൺകുട്ടി ആ പയ്യന് രാഗിയൊക്കെ കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു. അതായത് ആ ഒരു പെൺകുട്ടിക്ക് ഒരു ബ്രദർലി അഫെക്ഷൻ ആയിരുന്നു ആ പയ്യൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു പയ്യന് തിരിച്ചൊരു പ്രണയമായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഉണ്ടായത്. എന്നാൽ തൻ്റെ പ്രണയത്തിൽ നിന്ന് പിന്മാറാനായിട്ട് അനുരാഗ് തയ്യാറായിരുന്നില്ല. ആൾ ഘനശ്യാമിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. യെസ്, ഈ ഒരു ജയശ്രീയുടെ അച്ഛൻ്റെ അടുത്ത്. എന്നിട്ട് നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഘനശ്യാം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത്. ജയശ്രീൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹമില്ല, അവൾക്കും നിന്നെ ഒരു സഹോദരനായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എനിക്ക് വലിയ ഇഷ്യൂ ഉണ്ടായിട്ടൊന്നുമല്ല. രണ്ടുപേർക്കും തമ്മിലൊരു സ്നേഹം ഉണ്ടെങ്കിലല്ലേ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. നിന്നെ അവൾക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിവാഹം നടക്കില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ നീ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട എന്നുള്ളൊരു രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു പയ്യനെ ഈ ഘനശ്യാം ഉപദേശിക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും എടുക്കാനായിട്ട് അനുരാഗിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വൺ സൈഡ് ലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തൊക്കെ തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജയശ്രീനെ എനിക്ക് വേണം എന്നുള്ളൊരൊറ്റ മൈൻഡായിരുന്നു ആ ഒരു പയ്യനുണ്ടായത്. ഇതിൻ്റെ ഇടയിലൂടെ ജയശ്രീ പഠിച്ച് ഡോക്ടർ ആവുകയാണ്. അതിനുശേഷം ഒരു PG ഒക്കെ പോയി. അങ്ങനെ ജയശ്രീക്ക് ഒരു 10-26 വയസ്സായി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ജയശ്രീക്ക് ഒരു വിവാഹം വേണമല്ലോ എന്നുള്ള രീതിയിൽ വീട്ടിൽ സംസാരം ഉണ്ടാവുകയാണ്. ആ ടൈമിലാണ് ജയശ്രീ തൻ്റെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ പറയുന്നത്. അങ്ങനെയാണ് വീട്ടുകാർ ആ ഒരു പയ്യൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതും അതിനുശേഷം ഫെബ്രുവരിയിൽ എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതും. അപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആളുകളെ മാത്രം വിളിച്ചിട്ടായിരുന്നു ആ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായത്. അതായത് അവരുടെ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സിനെയും വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെയും കുറച്ച് മാറി താമസിക്കുന്ന അവരുടെ സഹോദരിയെയോ അല്ലാന്നുണ്ടെങ്കിൽ സഹോദരിയുടെ വീട്ടുകാരെയോ ഇയാൾ ഈ ഒരു വിവാഹത്തിൻ്റെ കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾറെഡി ഈ അനുരാഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവരറിയിക്കേണ്ട എന്ന് വിചാരിച്ച് തന്നെയായിരുന്നു അവർ എൻഗേജ്മെൻറ്റ് അവരിൽ നിന്നും മറച്ചു വെച്ചത്. എന്നാൽ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി തൻ്റെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ ഒരു ഫോട്ടോ ഇടുകയാണ്. അതായത് ഇവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ ഫോട്ടോ. ആ ഒരു ഫോട്ടോ ഒരു സുപ്രഭാതത്തിൽ അനുരാഗ് കാണുകയാണ്. അത് കണ്ടുകഴിഞ്ഞിട്ട് ആ ഒരു പയ്യന് ഭയങ്കരമായിട്ട് ദേഷ്യവും വന്നു, ആകെപ്പാടെ സങ്കടമായി. നേരെ തന്നെ ആ പയ്യൻ തൻ്റെ മാമനെ വിളിക്കുകയാണ്. ഘനശ്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത്, എനിക്ക് അവളെ വിവാഹം കഴിപ്പിച്ച് തരണം എന്നുള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, നിങ്ങൾ വേറൊരു പയ്യന് അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു വിവാഹം നിർത്തണം, എന്നിട്ട് എനിക്ക് അവളെ കെട്ടിച്ചു തരണം എന്നുള്ളതൊക്കെ ഇയാൾ പറയാണ്. അപ്പം ഈ ഘനശ്യാം പറഞ്ഞു, അത് നടക്കില്ല, കാരണം അവൾക്ക് ഇഷ്ടം ആ ഒരു പയ്യനെയാണ്, നിന്നല്ല. നിൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരുന്നെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. എന്തൊക്കെയാണെങ്കിലും നീ നിൻ്റെ കാര്യങ്ങൾ നോക്ക്, നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നത്. അതിനുശേഷം നിൽക്കാനിരിക്കാൻ ഈ ഒരു അനുരാഗിനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ ഒരു വിവാഹം മുടക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ആളുടെ ചിന്ത. അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ റിലേറ്റീവ്സിൽ നിന്നും മെയ് 8-ാം തീയതിയാണ് ആ ഒരു വിവാഹം നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും എവിടെയാണ് ആ ഒരു വിവാഹം നടക്കുന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആൾ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് കുറേ ക്രൈം ഡോക്യുമെൻ്ററീസും ക്രൈം ത്രില്ലർ സിനിമകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആൾ കാണാനായിട്ട് തുടങ്ങി. പോരാത്തതിന് ആൾ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നൊരു നാടൻ തോക്കൊപ്പിക്കുകയാണ്. എന്നിട്ട് അതെങ്ങനെയാണ് വെടിവെക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിച്ചു. പിന്നെ അത് പോരാത്തതിന് വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു കൊലപാതകം മറ്റൊക്കെ നടത്തുന്ന
നടത്തുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് ബാക്കിയുള്ളതിനൊക്കെ ചിലവുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 17,000 രൂപ ഈ പയ്യൻ കടം വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു വിവാഹത്തിൻ്റെ തലേ ദിവസം ഈ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോകുന്നതും ഇതേപോലെ തന്നെ ബൈക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറയുന്നതും ആ പയ്യൻ്റെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് ഏകദേശം ഒരു 1,234 കിലോമീറ്റർ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ ആ ഒരു വിവാഹ ആളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആളുകൾ വെടിക്കെട്ട് പരിപാടി കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നൈസായിട്ട് ആരും അറിയാതെ ആയിരുന്നു ആള് ആ ഒരു വിവാഹ മണ്ഡപത്തിലോട്ട് കയറിയതും ഇതേപോലെ തന്നെ ഒരു മൂലകളിൽ ചെന്നിങ്ങായിട്ട് ആ ഒരു സ്റ്റേജ് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായതും. അനുരാഗ് നോക്കുമ്പോൾ ഈ ഒരു ജയശ്രീയും രോഹിത്തും ഭയങ്കര ഹാപ്പിയാണ്. അവർ ചിരിച്ച് സംസാരിക്കുന്നു, അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ ഗ്രീറ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇതൊന്നും കണ്ടിട്ട് അനുരാഗിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരും കൂടെ മാലിടുന്ന ആ ഒരു സീനും കാര്യങ്ങളും കൂടെ കണ്ടപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് താൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത് പോലെ തന്നെ ആ ഒരു ഗണ്ണെടുത്ത് ഇങ്ങായിട്ട് നൈസായിട്ട് സ്റ്റേജിൽ കയറുന്നതും അതേപോലെ തന്നെ ജയശ്രീയെ നോക്കി വെടിയുതിർക്കുന്നതും. ജയശ്രീയെ മാത്രമല്ല ഈ ഒരു രോഹിത്തിനെയും കൊല്ലാനായിട്ട് ആൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു പയ്യൻ്റെ നേരെ തോക്ക് ചൂണ്ടിയത്. എന്നാൽ എന്തോ ഒരു ഇതിന് ആ പയ്യൻ നേരെ തന്നെ ആ ഒരു തോക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് വെടിപൊട്ടുന്നതും ആളുടെ സുഹൃത്തിന് വെടിയേൽക്കുന്നതും. അതിനുശേഷം അനുരാഗ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആളുകൾ ഉടനെ തന്നെ ആ ഒരു പയ്യനെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തന്നെ അത് ആരാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കഥ കേട്ട് പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവാണ്. അവരും അനുരാഗിനോട് ചോദിച്ചിട്ടുണ്ടാവും ഇതേ ഒരു ചോദ്യമാണ്. രണ്ടുപേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ കല്യാണം കഴിച്ചിട്ട് കാര്യമുള്ളൂ. നിന്നൊരു ബ്രദറായിട്ട് കാണാൻ മാത്രം പറ്റുന്ന ഒരു പെൺകുട്ടി എങ്ങനെ നിന്നെ കല്യാണം കഴിക്കുന്നുള്ളതായിരിക്കാം മേ ബി പോലീസുകാരും ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു കേസ് കോടതിയിലൊക്കെ എത്തുകയാണ്. 17ഓളം ഐ വിറ്റ്നസ് ഈ ഒരു കേസിനുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ലിസ്റ്റിൽ രോഹിത് ഉണ്ടായിരുന്നില്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാത്രമേ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് ബോധം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും അതേപോലെ തന്നെ അതാരാണ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് താൻ കണ്ടില്ല എന്നുള്ളതായിരുന്നു ആളുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പയ്യന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ 10,000 രൂപ പിഴയും ലഭിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു ശിക്ഷ വളരെ കുറഞ്ഞു പോയി എന്നുള്ളൊരു തരത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അപ്പീൽ ചെയ്യാണ്. അവർ ഹൈക്കോടതിയിലും കൊണ്ടുപോയി അപ്പീൽ കൊടുത്തു. എന്നാൽ ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ ആ ഒരു വിധി ശരിവെക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 2019 12 ദിവസത്തെ പരോൾ ആ ഒരു പയ്യന് അനുവദിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു പരോളിന് ശേഷം ആ പയ്യൻ തിരിച്ച് ജയിലിലോട്ട് പോയില്ല. യെസ്, വീട്ടിൽ വെച്ചുകഴിഞ്ഞിട്ട് ആ ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ഇതൊക്കെ കൂടെ കണ്ട് വീട്ടുകാരെ തന്നെ ഷോക്കായി. അവർ അതോറിറ്റീസിനെയും കാര്യങ്ങളൊക്കെ വിവരം അറിയിച്ചു. എന്നിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോർമാലിറ്റീസും ഒക്കെ നടത്തുകയായിരുന്നു. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുരാഗ് മര്യാദക്ക് ജീവിച്ചില്ല, ജയശ്രീനെ മര്യാദക്ക് ജീവിക്കാനായിട്ട് അനുവദിച്ചില്ല. അതേപോലെ തന്നെ ജയശ്രീയുടെ ഫാമിലിയുടെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു അവസ്ഥയായി. പിന്നെ സ്വന്തം വീട്ടുകാരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വല്ലാത്തൊരവസ്ഥയായി. അതേപോലെ തന്നെ രോഹിത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ആളുടെ കല്യാണത്തിൻ്റെ ദിവസം തന്നെ വൈഫിനാരോ വെടിവെച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആൾക്കും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കുള്ളൂ. ആളുടെ ലൈഫിനെയും അത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.